ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രെഡ് ചില്ലി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് എല്ലാം കട്ട് ചെയ്തിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സാൻഡ്വിച്ച് ബ്രെഡ് വേണ്ടവർക്ക് അതിലും ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ബ്രെഡ് പീസസ് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അങ്ങനെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ബ്രെഡ് പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, 10 വെളുത്തുള്ളി, ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെയൊക്കെ എണ്ണ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇപ്പം ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1.5 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 5 വറ്റൽമുളക് അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ കുതിർത്തി അരച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്, അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. കോൺഫ്ലവറൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ട് കൊടുത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ചില്ലി തയ്യാറായിട്ട് ചൂടോട് കൂടി സെർവ് ചെയ്യണം. ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.